ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ഇന്ന് 2024 സെപ്റ്റംബർ 6 വെള്ളിയാഴ്ചയാണ്. സെൻസെക്സിൻ്റെ എക്സ്പയറി ദിവസം ആണ്, കൂടാതെ ഒരാഴ്ചയുടെ അവസാനത്തെ ട്രേഡിംഗ് ഡേ കൂടിയാണ്. സോ മാർക്കറ്റ് നല്ല രീതിയിലല്ല ട്രേഡേഴ്സിനോട് റെസ്പോൺസ് ചെയ്യുന്നത് എന്നുള്ളത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഒട്ടും ഞാൻ സംസാരിക്കുന്ന ഓപ്ഷൻ ബയേഴ്സ് ആയാലും ഓപ്ഷൻ സെല്ലേഴ്സ് ആയാലും അവരൊക്കെയും പറയുന്നത് ഇതുവരെയും കണ്ടിട്ടില്ലാത്തത്രയും അവതാളത്തിലായ ഒരു മാർക്കറ്റിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വാഷ് ഔട്ട് ആകാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് നമ്മൾ എടുക്കേണ്ട ഒരു മുൻകരുതൽ. ഇപ്പോൾ ഞാൻ ഈ ഒരു മാസത്തിൽ, അതായത് നമ്മുടെ ഈ സെപ്റ്റംബർ മാസത്തിൽ ഏകദേശം 10% ഡ്രോ ഡൗണിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ ഒട്ടുമിക്ക ആൾക്കാരും 80-90% ഈ 2-3 ദിവസം, അതായത് ഈ ആഴ്ചയിലെ ദിവസം വളരെ മോശമായിരുന്നു. അപ്പോൾ അത്രയും മോശമായൊരവസ്ഥയിൽ അവരുടെ അക്കൗണ്ട് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. സോ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു ലിമിറ്റഡ് ലോസ്, ഒരു 5%-6% ലോസ് എത്തുമ്പോൾ തന്നെ അന്നത്തെ ട്രേഡിങ് അവസാനിപ്പിക്കാൻ ശ്രദ്ധിക്കുക. കാരണം 10 ദിവസം നമ്മളിങ്ങനെ ലോസ് ബുക്ക് ചെയ്ത് 60% ആവും. വാഷ് ഔട്ടിൽ എത്തരുത്. പക്ഷേ 10 ദിവസമൊന്നും ഇങ്ങനെ ഈ രീതിയിൽ മോശമായ അവസ്ഥയിൽ പോവില്ല. ഇടയിൽ ഒരു ദിവസം നല്ലൊരു മൊമെൻറ്റം കിട്ടും. അതിലെല്ലാ ലോസും റിക്കവർ ചെയ്യാനുള്ള അവസരം മാർക്കറ്റ് തരും. അവിടെ കൃത്യമായ ക്യാപിറ്റലോട് കൂടി കൃത്യമായ എൻട്രി പോയിന്റിൽ നമ്മൾ കാത്തു നിൽക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം മാറി നിൽക്കാം എന്ന് കരുതി കഴിഞ്ഞാൽ അത് വലിയ അബദ്ധമാകും. കാരണം അന്നേ ദിവസമായിരിക്കാം ഒരു പക്ഷേ നല്ലൊരു മൊമെൻറ്റം കിട്ടുന്നത്. കഴിഞ്ഞ 3 ദിവസം, എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ച ചൊവ്വാഴ്ചയാണെന്ന് തോന്നുന്നു, ആഫ്റ്റർനൂൺ സെഷനിൽ ചെറിയൊരു പ്രോഫിറ്റ് കണ്ടപ്പോൾ തന്നെ മാർക്കറ്റ് മോശമാണെന്ന് കരുതി ഞാൻ മാറി നിന്നിരുന്നു. പക്ഷേ അന്ന് ആഫ്റ്റർനൂണിൽ നല്ല മൊമെൻറ്റം, അതായത് ബാങ്ക് നിഫ്റ്റിയിൽ 300 പോയിൻറ്റിലധികം മൂവ്മെൻറ്റ് കിട്ടിയൊരു ദിവസമാണ്. സോ അതേപോലെ ഒരു പ്രാവശ്യം നമ്മൾ ഇന്ന് ട്രേഡിംഗ് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് മാറിക്കഴിഞ്ഞാൽ പിന്നീട് ഓടിപ്പോയി വീണ്ടും ട്രേഡ് ചെയ്യാൻ നിൽക്കുക. എല്ലാ പ്ലാനും തെറ്റും. പക്ഷേ തീരുമാനം എടുക്കുന്നതിന് മുമ്പേ വീണ്ടും നോക്കുക. പരമാവധി മാർക്കറ്റിൽ അവസാനം വരെ നിൽക്കുക, ട്രേഡ് എടുക്കാതെ നിൽക്കുക. ഒരു ചെറിയ സിംഗിൾ ഓർഡറിലോ മറ്റൊക്കെ ഓർഡർ പ്ലേസ് ചെയ്ത് നോക്കുക എങ്ങനെയാണ് സിറ്റുവേഷൻ എന്നുള്ളത്. ഏതെങ്കിലും ഒരെണ്ണം പ്രോഫിറ്റിലേക്ക് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യുക എന്നതേ ഇവിടെ സാധ്യമാവുള്ളൂ. സിംഗിൾ ഓർഡേഴ്സ് നമ്മൾ പ്ലേസ് ചെയ്ത് ഇങ്ങനെ ട്രയൽ റൺ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ സ്റ്റോപ്പ് ലോസ് അടിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ പോലും 3-4% ഒരു ദിവസം പെട്ടെന്ന് തന്നെ കയറിയെത്തും. അപ്പോൾ ഈ മാസം ഇപ്പോൾ 10% ഡ്രോ ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു ഡ്രോ ഡൗൺ ഒന്നും അല്ല. എങ്കിൽ കൂടി ഒരു മാസത്തിൽ ആദ്യത്തെ ആഴ്ച നമ്മൾ ക്ലോസ് ചെയ്യുന്ന 10% ഡ്രോ ഡൗണിലാണ് എന്നൊരു തിരിച്ചറിവ് ഉണ്ടാവണം. പക്ഷേ എന്നോട് സംസാരിച്ച മിക്ക ആൾക്കാരും 70-80%, അതേപോലെ നിങ്ങൾ എക്സിൽ അല്ലെങ്കിൽ ട്വിറ്ററിൽ നോക്കുകയാണെങ്കിൽ ഓരോരുത്തരും പറയുന്ന അവസ്ഥകൾ ഭയങ്കര മോശമാണ്. അവരുടെയൊക്കെ കാര്യങ്ങൾ കൈവിട്ടു പോയ രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. സോ അതായത് ഈ ഒരു കൊറോണ കാലത്തിന് ശേഷം പൊതുവെ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് ആൾക്കാർ പറയുന്നത്. അതിന് മുൻപൊക്കെ 2016-17 സമയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ മൊമെൻ്റ് ഉള്ള സമയമാണ്. അന്ന് ഇത്രയും ആക്റ്റീവ് ട്രേഡേഴ്സ് ഇല്ല എന്നതൊരു സത്യമാണ്. പക്ഷേ ഇപ്പോൾ ആക്റ്റീവ് ട്രേഡേഴ്സ് ഉണ്ട്, പക്ഷേ മാർക്കറ്റിൽ മൊമെൻറ്റോ ഇല്ല. എന്തുകൊണ്ടാണെന്നില്ല, ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രമേ വൺ സൈഡ് മൂവ്മെൻറ്റ് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. നമ്മൾ റീറ്റെയിലേഴ്സ്, ഞാൻ മുകളിലോട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾ താഴോട്ട് ചിന്തിക്കണം. നമ്മൾ റീറ്റെയിലേഴ്സ് യുണൈറ്റഡ് അല്ല, ഒരേ രീതിയിലല്ല നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ നമ്മുടെ അത്രയും ക്യാപിറ്റൽ തന്നെ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവർക്ക് ഒരു കൃത്യമായ ധാരണയുണ്ട് ഇതിനെങ്ങോട്ട് കൊണ്ടുപോകണം എന്ന കാര്യത്തിൽ. സോ അവർ കൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ നമ്മളതിൻ്റെ കൂടെ പോയി പ്രോഫിറ്റ് എടുക്കുക എന്നുള്ളതാണ്. അവർ ആക്റ്റീവ് അല്ലാത്ത സമയത്ത് നമ്മൾ തെക്കോട്ടും വടക്കോട്ടും വലിച്ചിട്ട് ഒരു വടംവലി പോലെ ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാത്തൊരവസ്ഥ വരും. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇതിനകത്ത് ക്യാപിറ്റൽ വാഷ് ഔട്ട് ആവാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. വാഷ് ഔട്ട് അല്ലാതെ ചെറിയ അപ് ടു 25% വരെയും ഡ്രോ ഡൗൺ ഉണ്ടെങ്കിലും നിങ്ങൾ സേഫാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ വളരെ കെയർഫുള്ളായിട്ട് ഇവിടെ മാർക്കറ്റിൽ വാച്ച് ചെയ്തിട്ട് തന്നെ നിൽക്കണം. ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് ഇന്നലെ ന്യൂസിൽ വന്നതാണ്, ഉദയ് ശിവകുമാർ ഇൻഫ്ര, KEC, അശോക ബിൽക്കോൺ, NLC ഇന്ത്യ, ബസാർ സ്റ്റൈൽ റീറ്റെയിൽ, ഇത്രയും സ്റ്റോക്കുകൾ ഇന്നലെ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്നതാണ്. ഞങ്ങളുടെ കോപ്പി ട്രേഡിൽ ഞങ്ങൾ ഇന്ന് ഇൻഡെക്സ് ഓപ്ഷൻ കൂടാതെ സ്റ്റോക്ക് ഓപ്ഷൻ കൂടി ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു ട്രേഡിങ് തുടങ്ങുകയാണ്. ട്രയൽ റൺ ആണ് ഇന്ന് ഫസ്റ്റ് ഡേയിൽ. തിങ്കളാഴ്ച മുതലായിരിക്കും ഒരു പ്രോപ്പറായിട്ട് അതിൻ്റെ ട്രേഡിങ് ഞങ്ങൾ ആരംഭിക്കുക. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ അപ്ഡേറ്റ്സ് ആവുന്നത്. USD INR ഇന്ത്യൻ രൂപയുടെ മൂല്യം $1 84 എന്ന ലെവലിലേക്ക് കയറി 83.98 83.9825 വരെയൊക്കെ എത്തിയിരുന്നു.
ഇനി ഒരു 17 പൈസയൊക്കെ കയറി കഴിഞ്ഞാൽ ഒരു പക്ഷേ 84 ടച്ച് ചെയ്യും. പക്ഷേ അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു RBI ഇടപെട്ട് അതിൻ്റെ മൂല്യം പിടിച്ചു നിർത്തും എന്നാണ്. എന്തായാലും എല്ലാം നല്ല രീതിയിലാകട്ടെ എന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ദെൻ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ഒരു മിക്സ്ഡ് റെസ്പോൺസിലാണ് ഇന്നലെ അവസാനിച്ചത്. യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബെയറിഷായിട്ട് തന്നെയാണ് അവസാനിച്ചിരിക്കുന്നത്. എല്ലാം തന്നെ വലിയൊരു ഇതിലാണ് അവസാനിച്ചിരിക്കുന്നത്. നിക്കിയും ഹാങ്സങ് റെഡാണ്. ഷങ്കായ് കമ്പോസ്റ്റ് STI ഗ്രീൻ, 5 എണ്ണത്തിൽ 3 എണ്ണം റെഡ്, 2 എണ്ണം ഗ്രീൻ. ഇനി നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് 25,255 ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് 25,246 9 പോയിൻറ്റിൻ്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് വന്നത്. അവിടെ നിന്ന് കറൻ്റ്ലി ട്രേഡിംഗ് നടക്കുന്നത് 25,174 അപ്പോൾ 71.9 80 പോയിൻറ്റ് ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്നും 80 പോയിൻറ്റ് താഴെയാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. ഒരു ഓപ്പൺ ഈക്വൽ ടു ഹൈ ആണ് ഇന്നത്തെ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ കാണുന്നത്. ഓപ്പൺ ആയത് ഹൈ, അവിടെ നിന്ന് സ്ട്രൈറ്റ് താഴോട്ട് തന്നെ വന്നതായിട്ടാണ്. ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ ബെയറിഷ് മൂവ്മെൻ്റ് ആയിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവുക എന്നാണ് തോന്നുന്നത്. ദെൻ ഇന്ന് വരാനുള്ള ഗ്ലോബൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ USA ഫെഡ് ബാലൻസ് ഷീറ്റ്, ജപ്പാൻ ഫെഡ് ബാലൻസ് ഷീറ്റ്, ദെൻ ജർമ്മനി ബാലൻസ് ഓഫ് ട്രേഡ്, ജർമ്മനി എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ് ഡാറ്റ, ഇന്ത്യ ഡിപ്പോസിറ്റ് ഗ്രോത്ത് ഇയർ ഓൺ ഇയർ, ഇന്ത്യ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, ഇന്ത്യ ബാങ്ക് ലോൺ ഗ്രോത്ത്, USA നോൺ ഫാം പേറോൾസ്, USA അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, കാനഡ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്. ഇത്രയും ഇവൻറ്റുകളാണ് ഇത്രയും ഗ്ലോബൽ ഡാറ്റകളാണ് ഇന്ന് പുറത്തു വരാനുള്ളത്. ഇതിൽ ഞാൻ വായിച്ചത് ജപ്പാൻ ഫെഡ് ബാലൻസ് ഷീറ്റ് എന്ന് വായിച്ചിട്ടുണ്ട്. ശരിക്കും ജപ്പാനിന് ഫെഡ് ഇല്ലാത്തതാണ്, അപ്പോൾ അത് ഒരു പക്ഷേ എററായിരിക്കാം. ദെൻ ഇവിടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളൊന്നും തന്നെ അപ്ഡേറ്റ് ആയിട്ടില്ല. ഇനി FNO ബാനിൽ വന്നിരിക്കുന്ന ABFRL, ബാൽറാം ചിനി മിൽസ്, ബന്ധൻ ബാങ്ക്, ബയോകോൺ, ചമ്പൽ ഫെർട്ടിലൈസേഴ്സ്, ഹിന്ദ് കോപ്പർ ഇന്നലെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാ ദിവസവും FNO ബാനിലാണല്ലോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഞാൻ വായിക്കുന്ന മിക്ക ദിവസങ്ങളിലും ഹിന്ദ് കോപ്പർ FNO ബാനിൽ വരുന്നുണ്ട്. RBL ബാങ്കും ഇന്ന് ആഡ് ഓൺ ചെയ്ത് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ 7 സ്റ്റോക്കുകൾ ഇന്ന് FNO ബാനിൽ വന്നിട്ടുണ്ട്. ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നലെ 688 കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നടത്തിയത്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 2,970 കോടിയുടെ ബൈയിങ് ആണ് നടത്തിയത്. മൊത്തത്തിൽ 2,282 കോടി രൂപയുടെ ബൈയിങ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നലെ മാർക്കറ്റിൽ ചെയ്തത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ മാസത്തിൽ ഇതുവരെയായിട്ട് 3,051 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 5,320 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. മൊത്തത്തിൽ 8,372 കോടിയുടെ ബൈയിങ് ആണ് ഈ സെപ്റ്റംബർ മാസത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യൻ മാർക്കറ്റിൽ ചെയ്തിട്ടുള്ളത്. ഇനി ഇന്നലത്തെ മാർക്കറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ 25,251 ഓപ്പണായി. ദെൻ 105 പോയിൻ്റ് നഷ്ടത്തിൽ 25,145 ക്ലോസ് ചെയ്തു. കഴിഞ്ഞ 5 ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ 239 പോയിൻറ്റിൻ്റെ മുന്നേറ്റമാണ് ഉണ്ടായത്. അതേസമയത്ത് ഈ മാസം 189 പോയിൻറ്റിൻ്റെ ഒരു നെഗറ്റീവ് മൂവ്മെൻ്റ് ആണ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ നിഫ്റ്റിയിൽ നോർമൽ CPR ആയിരുന്നു, അതുപോലെ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നോർമൽ CPR ആണ്, അപ്പം പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നും അതിനകത്തില്ല. ഇന്ന് ഇന്ത്യ വിക്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 14.21 നല്ലൊരു വിക്സാണ് ഇൻട്രാഡേ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ 0.74 ആണ് നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ വന്നിട്ടുള്ളത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് 25,500 36 ലക്ഷമാണ്. അതേപോലെ ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിട്ടുള്ള 25,000 അത് 45 ലക്ഷമാണ്. കൂടുതലാണ് പുട്ട് റേറ്റിംഗ്. PCR 0.74 ആയതുകൊണ്ട് തന്നെ നമ്മൾ മീറ്റർ കാണിക്കുന്ന പോലെ ഒരു ബെയറിഷ് മൂവ്മെൻ്റ് ആണ് അത് സൂചിപ്പിക്കുന്നത്. നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ദെൻ മറ്റ് ഇൻഡെക്സുകളെല്ലാം തന്നെ ഇന്നലെ റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ്. അപ്പോൾ സെൻസെക്സിൻ്റെ എക്സ്പയറി നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു ഹൈയും ലോയും ഇന്ന് ഒരു പക്ഷേ 82,807 എന്ന ഒരു ഹൈ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തേക്കാം, അല്ലെങ്കിൽ 81,595 എന്നൊരു ലോ ക്രിയേറ്റ് ചെയ്തത്. രണ്ടിലേതെങ്കിലും ഒന്ന് കിട്ടും എന്നത് ഉറപ്പാണ്, മിക്ക ദിവസങ്ങളിലും കിട്ടാറുണ്ട്. ഇനി ഇന്നലത്തെ മൂവ്മെൻറ്റുമായിട്ട് ഇന്നത്തേത് കമ്പയർ ചെയ്യുമ്പോൾ ഇന്നലത്തെ ഡേ ഹൈനേക്കാളും ഒരല്പം മുകളിലായിരിക്കും ഇന്നത്തെ ഡേ ഹൈ, പക്ഷേ ഇന്നലത്തെ ഡേ ലോനേക്കാളും വളരെ താഴെയായിരിക്കും ഇന്നത്തെ ഡേ ലോ എന്നാണ് റാസ് ലെവൽസ് നമ്മളോട് പറയുന്നത്. അതായത് ഒരു ബെയറിഷ് മൂവ്മെൻറ്റിനാണ് സാധ്യത കൂടുതലായിട്ടും പറയുന്നത്. ദെൻ മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് പറയുകയാണെങ്കിൽ
നോ ട്രേഡ് സോൺ CPR-ൻ്റെ കോമ്പിനേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ CPR-ൻ്റെ അടുത്തായിട്ട് ഓപ്പണായിട്ട് നോ ട്രേഡ് സോണിൻ്റെ അടുത്ത് ഓപ്പണായിട്ട് താഴോട്ട് ഇറങ്ങി വരും എന്നാണ് പറയുന്നത്. സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നോ ട്രേഡ് സോൺ നമുക്ക് ഡിഫൈൻ ചെയ്യാനുള്ളത് 82,373 എന്ന ഈ ഒരു ലെവൽ തൊട്ടിട്ട് 373 തൊട്ടിട്ട് താഴെ 82,231 വരെയുള്ള ഈ ഒരു സോണാണ് നോ ട്രേഡ് സോണായിട്ട് സെൻസെക്സിൽ വരുന്നത്. സോ ഈ ഒരു സോണിൻ്റെ ഇടയിൽ എൻട്രി എടുക്കാതിരിക്കുക. മോസ്റ്റ് പ്രോബ്ലി ഇവിടെ ആയിരിക്കും മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ബെയറിഷ് മൂവ്മെൻറ്റ് തരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ചാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ഇവിടെ ഞാൻ പറയുന്നതിന് ഇതുപോലെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളതെടുക്കുക. അല്ല ഞാൻ പറഞ്ഞതിൻ്റെ വിപരീതമായിട്ട് മാർക്കറ്റ് പോകുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ വരും എന്ന് പ്രതീക്ഷിച്ച് കാത്തു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ദെൻ യെസ്റ്റർഡേ ലോയിൽ ഒരു നല്ല സപ്പോർട്ട് മാർക്കറ്റിന് കിട്ടാൻ സാധ്യത 82,122,130 ലെവലിൽ നല്ലൊരു സപ്പോർട്ട് ഇവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. ഫർദർ മാർക്കറ്റ് ഒരു റെയർ കേസിൽ പൊട്ടി താഴെ പോവുകയാണെങ്കിൽ 81,590 വരെയും ഇറങ്ങിപ്പോയേക്കാം. ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ യെസ്റ്റർഡേ ഹൈ ഉള്ള 82,587 617 എന്ന ഒരു 30 പോയിൻറ്റിൻ്റെ ഈ ഒരു സോണിൽ മാർക്കറ്റിന് ഇപ്പോൾ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇവിടെ ഒരു നല്ല റെസിസ്റ്റൻസ് ആയിട്ട് ഇത് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ചിലപ്പം ഈ മാർക്കറ്റ് ഇവിടെ ഓപ്പണായി കൂടായികയില്ല, അതിനും ഒരു സാധ്യതയുണ്ട്. നോക്കാം അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. 300 പോയിൻറ്റിൻ്റെ ഗ്യാപ്പൊക്കെ ഇല്ല, ഇവിടെ എന്തായാലും ഓപ്പൺ ആവില്ല. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരിക്കും മോസ്റ്റ് പ്രോബ്ലി നമുക്ക് കിട്ടുക. എന്നിട്ട് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങാനാണ് സാധ്യത. ലൈവ് മാർക്കറ്റിൽ നോക്കാം. എന്തായാലും ഒരു റെയർ കേസിൽ മാർക്കറ്റ് മുകളിലോട്ട് ഒരു അപ്രാലി കിട്ടുകയാണെങ്കിൽ 82,807 വരെ മാർക്കറ്റ് കയറിപ്പോകാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് ബെയറിഷായി എന്ന് ഒരു അനലിസ്റ്റുകളും പറയുന്നില്ല. മാർക്കറ്റ് ചെറിയൊരു പുൾ ബാക്ക് എടുത്തിട്ട് തിരിച്ച് കയറി വരും എന്നാണ് പറയുന്നത്. സോ ഇന്നലെ ഒരു നെഗറ്റീവ് മൂവ്മെൻറ്റ് നമുക്ക് കിട്ടി. മിഞ്ഞാത്ത ക്ലോസിങ്ങിനേക്കാളും താഴെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. അപ്പോൾ ഇന്ന് അതിനേക്കാളും താഴെ ക്ലോസ് ചെയ്യും, പിന്നീട് തിരിച്ച് കയറുമായിരിക്കും. ഓൾറൈറ്റ്, അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.